അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്? മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട്. മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫിറുകളാക്കിയിരിക്കുന്നു, മുശ്രിക്കുകളാക്കിയിരിക്കുന്നു, നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം? അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വന്ന സ്ഖലിതമാണ്, അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അബദ്ധമാണ്. അതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് അതല്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കൂ, നാം എന്തിനു വേണ്ടിയാണ് ഇതിപ്പോ പറയുന്നത്? ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ മുദബ്ബിറുൽ ആലം വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പടച്ചോനാണ് മടവൂരെന്ന് പറഞ്ഞ പാർട്ടി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചർച്ചകളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം. അതിനുവേണ്ടിയാണ് ഈ വിവാദവുമായി ഈ ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് പ്രസ്താവനകളുമായി രംഗത്ത് വന്ന, സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകളുമായി രംഗത്ത് വന്ന അമ്പലക്കടവ് ഫൈസിയെയോ കൂടത്തായി ഫൈസിയെയോ സത്താർ പന്തല്ലൂരിനെയോ ഈ പറഞ്ഞ വിഷയങ്ങളിൽ എവിടെയെങ്കിലും പ്രതികരിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താണ് CM മടവൂര് മുദബ്ബിറുൽ ആലമാണ്, ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മടവൂരിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, മാനസിക രോഗിയായി കുറെ കാലം ജീവിച്ച ഒരു മനുഷ്യൻ, അയാളാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അയാളാണ് ലോകത്തിന്റെ നിയന്താവ്, അയാളാണ് മുദബ്ബിറുൽ ആലം എന്ന് കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവൻ ഒരു വിഭാഗം ആളുകൾ പ്രബോധന പ്രവർത്തനമായി വലിയ കാര്യത്തിൽ കൊണ്ടു നടന്ന് പ്രസംഗിച്ചപ്പോ ഈ പറഞ്ഞ ആളുകൾ അതിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ പറയണം CM മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എന്ന്, അല്ലെങ്കിൽ പറയണം CM മടവൂര് മുദബ്ബിറുൽ ആലമാണ് എന്ന വിശ്വാസം തെറ്റാണ് എന്ന്. എന്തേ പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാന്തപുരം വിഭാഗത്തിലെ പണ്ഡിതന്മാർ പോലും ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഈ ആളുകളെ നമ്മൾ എവിടെയും കണ്ടില്ല. മുദബ്ബിറുൽ ആലം വിഷയത്തിൽ പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല. പടച്ചോനാണ് മടവൂർ എന്ന വിഷയത്തിൽ ഈ ആളുകൾ പ്രതികരിച്ച് നമ്മൾ കണ്ടില്ല. ഇത് മിണ്ടാതിരുന്ന ആളുകൾക്ക് മടവൂരാണ് പടച്ചോനെന്ന് ഒരു വിഭാഗം ആളുകൾ പാട്ടുപാടി നടന്നപ്പോ ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് CM മടവൂരാണ് എന്ന് പ്രസംഗിച്ച് ചില ആളുകൾ നടന്നപ്പോ അതിനെതിരെ മൗനം പാലിച്ച ആളുകൾക്ക് എന്ത് അവകാശമാണുള്ളത് ചുഴലിയെ ചോദ്യം ചെയ്യാൻ എന്നതാണ് നമ്മൾ ആലോചിച്ചു നോക്കേണ്ട കാര്യം. എന്ത് അവകാശമാണുള്ളത്? അതിനെതിരെയല്ലേ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് നമ്മൾ കേട്ടു. ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പേരോട് പോലും പറയുന്ന ഒരു വാദം, ആ വാദമാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നടന്നത്. ചുഴലി മാത്രമല്ല പറഞ്ഞത്, പേരോട് പറയുന്നു ഇങ്ങനെ ഈ പാർട്ടി അംഗീകരിച്ചാൽ, ഈ വിശ്വാസവുമായി മുന്നോട്ട് പോയാൽ, ഈ ആദർശവുമായാണ് ജീവിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, മയ്യത്ത് മറവ് ചെയ്യാൻ കഴിയില്ല, അതേപോലെ തന്നെ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് പേരോടാണ്. അതല്ലേ ചുഴലിയും പറഞ്ഞത്? അങ്ങനെ ഈ വിശ്വാസമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ, ഈ ആദർശമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിന്റെ നിയമം എന്ത് എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഈ പറഞ്ഞ വികലമായ വിശ്വാസങ്ങൾക്കെതിരെ നാട്ടിൽ മുഴുവൻ ഇത് പറഞ്ഞു നടന്നപ്പോ അതിനെതിരെ അക്ഷരം മിണ്ടാത്ത ആളുകൾ ചുഴലിക്കെതിരെ ഉറഞ്ഞുതുള്ളുന്ന കാഴ്ച സ്വയം പരിഹാസ്യരാകാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. പറയട്ടെ, അല്ലെങ്കിൽ ഈ വിശ്വാസമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ, കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. മുദബ്ബിറുൽ ആലമാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നയാളാണ് CM മടവൂർ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. എന്താണ് അമ്പലക്കടവ് ഫൈസിക്ക് പറയാനുള്ളത്? എന്താണ് സത്താർ പന്തല്ലൂരിന് പറയാനുള്ളത്? എന്താണ് കൂടത്തായി ഫൈസിക്ക് പറയാനുള്ളത്? CM മടവൂര് പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. അത് പാടിയ ആളുകൾ, അതിനെ ന്യായീകരിച്ച ആളുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. എന്താണ് ഈ ആളുകൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ? എന്നിട്ടല്ലേ ചുഴലിയെ ചോദ്യം ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ രണ്ടാമതായി പറയാനുള്ളത്, ആരാണ് ഈ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ, മദ്രസയിലെ 4ാം ക്ലാസ് പാഠപുസ്തകത്തിൽ മുജാഹിദുകൾക്ക് സലാം ചൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആളുകൾ കുട്ടികളോട് പറയാ, നിങ്ങൾ മുജാഹിദിനെ കണ്ടാ സലാം ചൊല്ലാൻ പാടില്ല. ഇത് പറഞ്ഞ ആളുകളാണ് ചോദിക്കുന്നത്, ഞങ്ങൾ സുന്നികളെയൊക്കെ ഒറ്റപ്പെടുത്തി കളഞ്ഞില്ലേ നിങ്ങൾ? ഞങ്ങൾ സുന്നികൾക്കെതിരെ ആക്ഷേപങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ? പാഠപുസ്തകത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം തനിച്ച ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
മാപ്പ് പറയാൻ തയ്യാറാകുമോ? മുജാഹിദുകൾ മാപ്പ് പറയണമെന്ന് പറയുന്നവർ, മുജാഹിദുകൾ നിലപാട് പറയണം എന്ന് പറയുന്നവർ, നാട്ടികയുടെ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പുസ്തകം ഇപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നു ഈ ആളുകൾ. ഇത് വിറ്റിട്ട് മുജാഹിദുകൾ തനിച്ച മുശ്രിക്കുകളാണ്, ഒറിജിനൽ മുശ്രിക്കുകളാണ് എന്ന് എഴുതി വെച്ച പുസ്തകവും കക്ഷത്ത് വെച്ച് ഇതാ ഞങ്ങൾ സുന്നികളെ മുശ്രിക്കാക്കി കളഞ്ഞിരിക്കുന്നു എന്ന് നിലവിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ഈ ആളുകൾ ഒന്ന് ആലോചിച്ചു നോക്കണം. മൂന്നാമത്തെ കാര്യം, സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആളുകളെ കാഫിറുകളാക്കിയ പാരമ്പര്യമുണ്ട് ഈ സമസ്തക്ക്, ഇല്ലേ? വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ ആ ഖുർആൻ പരിഭാഷ കുഫറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവരായിരുന്നു EK ഹസൻ മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും. ഫൈസിമാരുടെ പോസ്റ്റിനടിയിൽ ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് വിവാഹ ബന്ധവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് മരിച്ചതുമായി അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഈ വിഷയത്തിൽ EKയും അതേപോലെ തന്നെ EK ഹസൻ മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും KV മുഹമ്മദ് മുസ്ലിയാരെ കാഫിറാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോ എന്തായിരുന്നു നിലപാട് പറഞ്ഞത്? അവർക്ക് പരസ്പരം തുറന്ന് നമസ്കരിക്കാൻ കഴിയുമായിരുന്നോ? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് വളരെ കൃത്യമാണ്. ആരെങ്കിലും മുശ്രിക്കുകളാക്കുക, ആരെങ്കിലും കാഫിറുകളാക്കുക എന്നതല്ല മുജാഹിദുകൾ സ്വീകരിച്ച സമീപനം. മറിച്ച് എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദ്, എന്താണ് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ശിർക്ക്, ഇത് കൃത്യമായി ഈ ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് മുജാഹിദുകൾ ചെയ്യുന്നത്. അത് മുജാഹിദുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. മുശ്രിക്കാക്കുക എന്നതും കാഫിറാക്കുക എന്നതും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു രീതിയല്ല. CM-നെ പടച്ചോനാക്കുന്നത് ശിർക്കാണെന്ന് പറയും, CM-നെ മുദബ്ബിറുൽ-ആലമാക്കുന്നത് ശിർക്കാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുജാഹിദുകൾ വിളിച്ചു പറയും. അത് പറയുമ്പോ CM പടച്ചോനാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയും CM മുദബ്ബിറുൽ-ആലമാണ് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ മൗനം അവലംബിക്കുകയും മുജാഹിദുകളുടെ മേൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ്. അഞ്ചാമത്തെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇത്തരം കത്തുകൾ അതല്ലെങ്കിൽ ഇത്തരം പോസ്റ്റുകൾ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ET മുഹമ്മദ് ബഷീർ സാഹിബ് തൗഹീദുമായി ബന്ധപ്പെട്ട് ശിർക്കിനെതിരെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തിയപ്പോ മുസ്ലിം ലീഗിന് കത്തെഴുതിയ ആളുകളാണ് ഈ സംഘടനയുടെ ആളുകൾ. ET പറഞ്ഞത് ശരിയായില്ല, മുജാഹിദുകൾ പറയുന്ന തൗഹീദ് ET പറഞ്ഞു എന്നാണ്. ET പറഞ്ഞത് മുജാഹിദുകൾ പറയുന്ന തൗഹീദല്ല. ET പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ തൗഹീദാണ്. വിശുദ്ധ ഖുർആൻ പഠിച്ചപ്പോ, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയപ്പോ, പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തപ്പോ അദ്ദേഹം തിരിച്ചറിഞ്ഞ തൗഹീദാണ് അദ്ദേഹം ഈ സമൂഹത്തോട് പറഞ്ഞത്. അതിൽ പ്രതിഷേധിച്ച് കത്തെഴുതിയിട്ടില്ലേ EK സമസ്തക്കാർ? അവിടെ നിന്ന് തുടങ്ങി ഇപ്പൊ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ കത്തെഴുതിയിട്ടുണ്ട് ഈ ആളുകൾ. അപ്പോ ഈ കത്തെഴുതലുകളോ അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങളോ ഇത്തരം പോസ്റ്റുകളോ മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകരെയോ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയില്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതെന്തിനാന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാ ഇപ്പോ ഈ ഒരു വികാരവുമായി ഇവർ രംഗത്ത് വന്നത്? ഞാൻ പറഞ്ഞല്ലോ, പേരോട് പോലും ശിർക്കാണ് എന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്ന് പൊതു സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറയാൻ മാത്രം അപകടകരമായ ഒരു വിശ്വാസം ഈ സമൂഹത്തിന് മുന്നിൽ കടന്നു വന്നപ്പോ അതിനെ എതിർത്തതിന്റെ പേരിൽ എന്തേ ഈ 3-4 ആളുകൾ രംഗത്ത് വരാനുള്ള കാരണം വളരെ കൃത്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആളുകൾ സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർത്ത് കളയാമെന്നും അതിന്റെ വോട്ട് ബാങ്ക് മുഴുവൻ ഞങ്ങളാണെന്നും ഞങ്ങൾ വിചാരിച്ചാൽ മുസ്ലിം ലീഗിനെ പാർലമെന്റ് മണ്ഡലത്തിലെ ചില സീറ്റുകളിൽ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്നുമൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും അതിനുവേണ്ടി ചരടുവലി നടത്തുകയും അതിനുവേണ്ടി വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിനുവേണ്ടി പ്രത്യേകമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ചില ആളുകൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോ സാധാരണ കിട്ടുന്ന വോട്ടിനേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിച്ചു എല്ലാവരും. സ്വാഭാവികമായും ഇവരുടെ പിന്നിൽ ആരുമില്ല എന്ന് ഈ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ ദീന് പറയാനാണെങ്കിൽ ദീന് പറഞ്ഞാൽ മതി, ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല. അത് എത്ര വലിയ നേതാവായാലും, എത്ര വലിയ തങ്ങളായാലും, എത്ര വലിയ സെക്രട്ടറി ആയാലും നിങ്ങളുടെ വാക്കിന് ഞങ്ങൾ അല്പം പോലും വില കൽപ്പിക്കുന്നില്ല എന്ന്
കേരളത്തിലെ സുന്നികൾ പറയാതെ പറഞ്ഞപ്പോ ഈ ആളുകൾ ഒരു വശത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഇനി ആ സൈഡിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോ ഈ റോഡ് സൈഡിലായിപ്പോയ വണ്ടികൾ അതൊന്ന് റോഡിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരാൾ നിന്നിങ്ങനെ ഒരു തടസ്സമുണ്ടാക്കി ആ വണ്ടിക്ക് കയറാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ ചുഴലിയുടെ പേര് വലിച്ചിട്ട് അതിലൂടെ വിവാദമുണ്ടാക്കി സുന്നികളുടെ പൊതുധാരയിലേക്ക് കടന്നു വരാം എന്ന ചിന്തയാണ് ഈ ആളുകളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.